ഇന്ത്യ പാക് സംഘർഷം ഉണ്ടായതിനു ശേഷം വിവിധ രാജ്യങ്ങളാണ് ഇരു രാജ്യങ്ങളെ പറ്റിയും ഒരു വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ, വിവിധ രാജ്യങ്ങൾ വാർത്താ മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഇതൊരു യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നുള്ള ഒരു ഭീതിയിലൊക്കെയാണ് വിവിധ രാജ്യങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. ആ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു സമാധാന രാജ്യമാണ്, ഒരു ശാന്തമായ രാജ്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു സംഘർഷത്തിൽ ഇന്ത്യ കൊടുത്ത ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആ ഒരു പ്ലാനിങ്, ആ ഒറ്റൊരു ഓപ്പറേഷനിലൂടെ തന്നെ ഇന്ത്യ എന്താണെന്ന് രാജ്യങ്ങൾക്കെല്ലാം മനസ്സിലാവുകയാണ്. ഇപ്പോൾ ഒരു US റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു റിപ്പോർട്ടിൽ ഇന്ത്യക്കും പാകിസ്ഥാനും 170 വീതം ആണവായുധ ശേഖരമുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യക്കും പാകിസ്ഥാൻ, ഇന്ത്യയുടെ അവിടെ നിൽക്കട്ടെ, പാകിസ്ഥാന് 170 ആണവ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതിൽ വലിയൊരു നിഗൂഢമായ പല കാര്യങ്ങളുമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്തായാലും US റിപ്പോർട്ട് വെറുതെ ആവില്ല. ഇന്ത്യയുടെ ഭാഗം അവിടെ നിൽക്കട്ടെ, ഇന്ത്യക്ക് എത്രയുണ്ടെന്ന് ഒരു പക്ഷെ നമ്മളുടെ രാജ്യത്തുള്ള നമുക്ക് പോലും അറിയില്ല, അത് വേറെ കാര്യം. പക്ഷെ പാകിസ്ഥാന്റെ ആണവ ശേഖരം എവിടെയുണ്ടെന്ന് വെച്ചാൽ അത് ഇന്ത്യക്ക് അറിയാം. ഇന്ത്യ അത് കൃത്യമായിട്ട് അവിടെ മിസൈൽ തൊടുത്ത് വിട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു 170 ആണവായുധമുണ്ട് എന്ന് പറയുമ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടി, ഇത് എങ്ങനെയാണ് ഇവരുടെ പക്കൽ വരുന്നത്? കാരണം പാകിസ്ഥാൻ ഒരു ദരിദ്ര രാജ്യം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ ഇടയ്ക്ക് ഒരു 2 ആഴ്ച മുമ്പ് പോലും അവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞതാണ് പാകിസ്ഥാൻ ഇത്രയോ കോടി ഡോളറാണ് ഭിക്ഷാടനത്തിലൂടെ ശേഖരിക്കുന്നത്. അത് വലിയൊരു സ്വന്തം രാജ്യത്തെ ജനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ പോയി ഭിക്ഷയെടുത്ത് ഞങ്ങൾക്ക് സമ്പാദിച്ചു തരുന്ന വലിയ പ്രൗഢിയോടെയാണ് അവരത് പറയുന്നതെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഭിക്ഷയെടുത്ത് തന്നെയാണ് അവിടുത്തെ ഓരോ ജനങ്ങളും ജീവിക്കുന്നത്. വിദേശ രാജ്യം ഹജ്ജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി വിവിധ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിലൊക്കെ പോയിട്ട് പിന്നെ തിരിച്ചു വരാതിരിക്കുകയും അവിടെ ഈ പറഞ്ഞതുപോലെ ഭിക്ഷയെടുത്ത് അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മാത്രമല്ല സ്വന്തം രാജ്യത്തിൽ അവിടെ കുടിവെള്ളം ഉൾപ്പെടെ ഭക്ഷ്യാവശ്യങ്ങൾ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾക്ക് തന്നെ ആ രാജ്യത്തിൽ തന്നെ അവിടുത്തെ ഗവൺമെൻറ് സർക്കാരിനോട് ജനങ്ങൾ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ബലൂചിസ്ഥാൻ പ്രത്യേക രാജ്യമാക്കണം എന്നുള്ള തരത്തിലുള്ള അതിനകത്ത് തന്നെ ആഭ്യന്തര കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഏത് നിമിഷവും എന്താ പറയുന്നത് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന 3-4 തുണ്ടമാകാൻ പറ്റുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഈ ഒരു പാപ്പരാസി രാജ്യത്തിന് എങ്ങനെയാണ് 170 ആണവായുധങ്ങൾ ശേഖരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശേഖരം എങ്ങനെയാണ് കിട്ടിയതെന്നുള്ള ഒരു സംശയമാണ് അവിടെ ബാക്കി നിൽക്കുന്നത്. എന്തായാലും US റിപ്പോർട്ട് അനുസരിച്ച് അതിന് ചില കാരണങ്ങൾ അവർ ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് കിട്ടിയതെന്നും അല്ലെ എന്താണ് ഇതിൽ ഈ ഒരു സംഗതി എവിടെ നിന്ന് വന്നു എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഈ ഒരു രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാകിസ്ഥാനേക്കാൾ ചൈനയാണ് ഇന്ത്യക്ക് ഭീഷണി എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ചൈനയുടെ ആണവായുധ ശേഖരം 600 കടന്നു എന്നാണ് US ഏജൻസി പറയുന്നത്. നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് പാകിസ്ഥാൻ എന്നാൽ ഇന്ത്യയെ കാണുന്നത്. പക്ഷേ അതേസമയം ചൈനയുടെ ആണവായുധ ശേഖരം 600 കടന്നു. അപ്പോൾ ഈ ആണവായുധങ്ങളെല്ലാം ചൈനയാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ഇന്ത്യ ചൈനയെ പ്രധാന എതിരാളിയായും പാകിസ്ഥാനെ അനുബന്ധ സുരക്ഷാ പ്രശ്നമായും കണക്കാക്കുന്നുവെന്നാണ് ലോകവ്യാപക ഭീഷണി വിലയിരുത്തൽ റിപ്പോർട്ടിൽ പറയുന്നത്. പാകിസ്ഥാനെ നമ്മളൊരു എതിരാളിയായി കാണുന്നില്ല, എന്നാൽ ചൈനയെ പാകിസ്ഥാന്റെ ഒരു അനുബന്ധ സുരക്ഷാ പ്രശ്നമായിട്ടാണ് കാണുന്നത്. അതായത് ചൈന പാകിസ്ഥാനെ ഒരു സപ്പോർട്ടിങ് ഇതായിട്ട് വെച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ ഉതിർത്ത് തിരിച്ചടിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഈ പറഞ്ഞോണം ഈ രഹസ്യാന്വേഷണ ഇതിലും പറയുന്നത്. ഒരു പക്ഷേ ചൈനയാവാം പാകിസ്ഥാനെ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വിടുന്നത്. ചൈനയ്ക്ക് നേരിട്ട് ഇന്ത്യയോട് ഒരു യുദ്ധത്തിനും ചൈന പെട്ടെന്ന് വരാൻ സാധ്യതയില്ല. എന്നാൽ പെതുക്കെ ഈ നുഴഞ്ഞു കയറി അല്ലെങ്കിൽ പാകിസ്ഥാനെ വിട്ട് ചെറിയ ആക്രമണങ്ങൾ നടത്തി അതൊരു വലിയ ശക്തമായ യുദ്ധത്തിലോട്ട് പോകുമ്പോൾ ചൈന ഒരു പക്ഷെ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഇന്ത്യ ആക്രമിക്കാനുള്ള പദ്ധതിയൊക്കെ ആയിരിക്കും. കാരണം 600 ആണവ ശേഖരമാണ് ചൈനയ്ക്കുള്ളത്. ഒരു പക്ഷേ US പോലും അത്തരത്തിലുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. കാരണം ഇത്ര ആണവായുധ ശേഖരത്തിന് അപ്പുറത്തേക്ക് ഒരു രാജ്യവും നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു നിയമത്തിനെ സാധൂകരിച്ച് നിലനിർത്താതെ തന്നെയാണ് ചൈന ഇത്തരത്തിലുള്ള ആണവായുധ ശേഖരങ്ങളൊക്കെ അവർ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ആയുധങ്ങൾ അവർ വളർത്തിയെടുക്കുന്നത്. പിന്നെ അതൊക്കെ ഏതൊക്കെ തരത്തിൽ പൊട്ടുമെന്നുള്ളത് കണ്ടറിയാം. ഇപ്പം തന്നെ തൊടുത്തു വിട്ടതൊന്നും പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ വലിയ ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ആണവായുധം ആയതുകൊണ്ട് എല്ലാ തരത്തിലൊരു നമ്മൾ അത് നോക്കേണ്ടിയിരിക്കുന്നു, കാണേണ്ടിയിരിക്കുന്നു. കാരണം സുരക്ഷ ചെയ്യേണ്ടിയിരിക്കുന്നു.
ഈ ചൈന ആയാലും പാകിസ്ഥാനായാലും നമുക്ക് ഒറ്റ ഇതിലൊന്നും വിശ്വസിക്കാം. ഏത് നിമിഷമാണ് അറ്റാക്ക് ഇന്ത്യക്ക് നേരെ ഉണ്ടാക്കുന്നതെന്നും അറിയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കാം ഇപ്പോൾ നമുക്ക് നേരെ കിട്ടിയതും നമ്മൾ തിരിച്ചു പ്രയോഗിച്ചതും. ഒരുപക്ഷെ ഇവരതൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും ഇന്ത്യ എത്രമാത്രം ശക്തിയാണ്. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അത് ചൈനയ്ക്കായാലും അമേരിക്കയ്ക്കായാലും അത് പിടികിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്നൊരു അറ്റാക്കൊന്നും ചെയ്തില്ലെങ്കിലും ഇത്തരത്തിൽ നമുക്ക് വേണ്ടി അവർ ചില കാര്യങ്ങൾ ചൊരുക്കു കൂട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ഇതൊരു US റിപ്പോർട്ടാണ്. മാത്രമല്ല ചൈനയെ നേരിടുന്നതിലും സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിലുമായിരിക്കും ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട മുൻഗണന എന്നുള്ളതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ മെയ് മാസത്തിൽ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടും പാകിസ്ഥാനെ കൈകാര്യം ചെയ്യേണ്ട ഒരു അനുബന്ധ സുരക്ഷാ പ്രശ്നമായി മാത്രമാണ് ഇന്ത്യ കാണുന്നത്. ചൈനീസ് സ്വാധീനത്തെ ചെറുക്കുന്നതിനും ആഗോള നേതൃത്വപരമായ പങ്ക് വർദ്ധിപ്പിക്കുന്നതിനുമായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തത്തിന് ഇന്ത്യ മുൻഗണന നൽകുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. 2025 വരെ ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം നിലനിർത്തുമെന്നാണ് പറയുന്നത്. റഷ്യയുമായുള്ള ബന്ധം സാമ്പത്തിക പ്രതിരോധ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പ്രധാനമാണെന്നും ഇന്ത്യ കരുതുന്നു. മോദിയുടെ കീഴിൽ ഇന്ത്യൻ റഷ്യൻ സൈനിക ഉപകരണങ്ങളുടെ വാങ്ങൽ കുറച്ചിട്ടുണ്ട്. എന്നാൽ പക്ഷേ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ഭീഷണികളെ നേരിടാനുള്ള സൈന്യത്തിൻ്റെ കഴിവിൻ്റെ നട്ടെല്ലായി വർത്തിക്കുന്ന റഷ്യൻ ടാങ്കുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും വലിയ ശേഖരം നിലനിർത്തുന്നതിന് ഇപ്പോഴും റഷ്യൻ സ്പെയർ പാർട്സിനെയാണ് ആശ്രയിക്കുന്നതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധ ശേഖരം ആധുനികവൽക്കരിക്കുകയാണെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു. പാകിസ്ഥാന് ചൈനയിൽ നിന്ന് സാമ്പത്തികവും സൈനികവുമായ സഹായം ലഭിക്കുന്നുണ്ടെന്നും പാകിസ്ഥാനും ചൈനയും സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ആണവായുധങ്ങൾ പാകിസ്ഥാൻ ചൈനയിൽ നിന്നാണ് സ്വന്തമാക്കുന്നത്. ഹോങ്കോങ്, സിംഗപ്പൂർ, തുർക്കി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ വഴിയാണ് ആയുധം കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു US-ൻ്റെ ഒരു റിപ്പോർട്ട് അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയിലൂടെയാണ് ഈ റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ചൈനയും പാകിസ്ഥാനും ഇന്ത്യയെ തറപറ്റിക്കാൻ, ഇന്ത്യയെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് പല തന്ത്രങ്ങളും ഗൂഢതന്ത്രങ്ങളും അവർ മെനയുന്നു, അത് നെയ്തെടുക്കുന്നു എന്നുള്ളതാണ് ഇത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ എത്ര ഭാഗം ശരിയാണ് എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരു US ഏജൻസി റിപ്പോർട്ടാകുമ്പോൾ ഏറെക്കുറെയൊക്കെ ശരിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ മാക്സിമം തന്ത്രങ്ങൾ അവർ മെനയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അവർ മറ്റ് രാജ്യങ്ങളോ ഒരുപക്ഷെ മറ്റു കാര്യങ്ങളൊന്നും അറിയാതെ ഒരുമിച്ച് ഇതിൻ്റെയൊക്കെ ഈ യുദ്ധ ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനിടയിലൂടെ. അപ്പോൾ ഇനിയും നമ്മൾ ശാന്തമെന്ന് പറയുന്നിടത്ത് ഇനി ഇന്ത്യ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടുന്ന സന്ദർഭം തന്നെയാണ്. ഏതായാലും നമ്മുടെ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. കുറച്ചുകൂടി യുദ്ധോപകരണങ്ങളാണെങ്കിലും യുദ്ധ സാമഗ്രികളാണെങ്കിലും ഒക്കെ നമ്മളുടെ രാജ്യത്തിലും അതിൻ്റെ കുറച്ച് അപ്ഡേഷൻസ്, ഇപ്പം ബ്രഹ്മോസിൻ്റെയൊക്കെ കുറച്ചുകൂടി അപ്ഡേഷൻസും ഒക്കെ നമ്മളും അത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും നമ്മൾ സജ്ജമാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ റഷ്യയുമായി ചേർന്നുള്ള ഈ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ആയിരിക്കില്ല മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ റഷ്യയുമായി ചേർന്ന് വീണ്ടും യുദ്ധ സാമഗ്രികൾ ഉണ്ടാക്കുവാനും അല്ലെങ്കിൽ പുതിയ പുതിയ നയതന്ത്ര കാര്യങ്ങളൊക്കെ ഇടപെടലുകളൊക്കെ നടക്കുവാനും സാധ്യതയേറി വരുന്നുണ്ട്. എന്ത് തന്നെയാലും നമ്മൾ എപ്പോഴും കരുതിയിരിക്കുക. കാരണം നമ്മുടെ ചുറ്റുമുള്ളവന്മാർ അത്ര നല്ല വ്യക്തികളൊന്നും അല്ല. നമ്മൾ ശാന്തമെന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതിരുന്നാലും ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ഇന്ത്യയെ നശിപ്പിക്കണം എന്ന് ആലോചിച്ച് നടക്കുന്നതാണ് നമുക്ക് ചുറ്റുമുള്ളത്. കാരണം ഇന്ത്യ 4ാമത്തെ വൻ സാമ്പത്തിക രാജ്യമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത് അത് അസൂയയോടെ അല്ലെങ്കിൽ ഭയത്തോടെ നോക്കുന്നവരാണ് ചുറ്റുമുള്ളത്. ഇന്ത്യ ഒരു കാലത്തും ഉന്നതിയിലേക്ക് വരരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം ഇത്രയും വലിയ ജനസാന്ദ്രതയുള്ള അല്ലെങ്കിൽ ഇത്രയും പല രീതിയിൽ സമ്പത്തുകളുള്ള അല്ലെങ്കിൽ ഇത്രയും പൈതൃകവും ഒക്കെയുള്ള മറ്റൊരു രാജ്യം ഒരുപക്ഷെ കണ്ടെത്താനാവില്ല. ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കുന്ന മനുഷ്യനെ എങ്ങനെ ഭിന്നിപ്പിച്ച് ഇവിടെ എങ്ങനെ ഇന്ത്യ വീണ്ടും പകുത്തെടുക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇന്ത്യയെ നശിപ്പിക്കണം എന്ന് ഒരു കാലത്ത് പോർച്ചുഗീസും വിദേശികളും ഒക്കെ കൈയടക്കി, ബ്രിട്ടീഷും ഒക്കെ കൈയടക്കി വെച്ചിരുന്ന ഇന്ത്യ വീണ്ടും ഇനി മറ്റു പലരുടെയും അധീനതയിലേക്ക് ആക്കാനൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും നാം എന്ന ജനത ഒറ്റക്കെട്ടായിട്ട് അതിനെ പ്രതിരോധിക്കും. എന്തായാലും ഇവരൊരു ടെസ്റ്റ് ഡോസ് തന്ന് ഇന്ത്യ എത്രമാത്രം ഉണ്ട് എന്നുള്ളൊരു പരീക്ഷണമായിരിക്കാം പഹൽഗാമിൽ നടത്തിയത്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഒറ്റ ഓരോ ഓപ്പറേഷനിലൂടെ തന്നെ ഇന്ത്യ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു.
നിലവിലുള്ള ആണവായുധങ്ങളൊന്നും പോരാ എന്നുള്ളത് ചൈനയ്ക്കാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും മനസ്സിലായിട്ടുണ്ട്. അവർ അതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ ചുരുക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. കൂട്ടട്ടെ. അതിനപ്പുറം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വൻ ശക്തിയാണെന്ന് വീണ്ടും നമ്മൾ തെളിയിച്ചു കൊടുക്കുക തന്നെ ചെയ്യും.